down, 6 left. Who is your അടുത്ത ചാലഞ്ചർ ആരാണ്? യങ് ബ്രെയിൻസ് ആർ ഫാസ്റ്റ്. ഞാനൊരു അല്പം സീനിയറായ ഒരാള്. നമ്പർ 3. ചേട്ടാ, ചാലഞ്ചർ നമ്പർ 3 നമ്മുടെ ഹീറോ ഒന്ന് കളിയാക്കിയിട്ടുണ്ട്. അതായത് യങ് ബ്രെയിൻസ് വർക്ക് ഫാസ്റ്റർ. പ്രായമാകുന്തോറും നമ്മുടെ കണ്ണെത്തുന്നിടത്ത് കയ്യെത്തില്ല, കയ്യെത്തുന്നിടത്ത്. എന്നാ സരുണ് എനിക്ക് ചെറിയ ഒരു മരുന്ന് സരുണിന് പൊട്ടിക്കാനുണ്ട്. സരുൺ, ഞാൻ നേരത്തെ പറഞ്ഞ ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ ആണ് അത്. ഇനി അതെന്തിനാണ് ആ ഓൾഡ് ബ്രെയിനിൽ എന്തിനാണ് അത് കിട്ടിയതെന്നും കൂടെ എനിക്കറിയണം. ചേട്ടാ, ആദ്യം പരിചയപ്പെടുത്തു. ചേട്ടന്റെ പേര് എവിടെ നിന്നാണ് വരുന്നത്, എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പേര് ജോബ് പൊറ്റാസ്. ജോബ് പൊറ്റാസ്. അതെ, ഞാൻ മൂവാറ്റുപുഴയിലായിരുന്നു. ഓക്കെ. ഞാൻ ബിസിനസ് ആണ് എന്റെ ജോലി. ഹോബികൾ ആദ്യം പറയൂ ചേട്ടാ. ഹോബികള് പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഞാനൊരു ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ലിംഗാ ബുക്കിൽ ഞാൻ എന്റെ പേരുണ്ട്. അതായത് ഇംഗ്ലീഷിലെ എത്ര നീളം കൂടിയ വാക്കുകളും എത്ര ബുദ്ധിമുട്ട് ഉള്ള വാക്കുകളും എന്നോട് ചോദിച്ചാൽ ആലോചിക്കുകയും ചെയ്യാതെ എനിക്ക് അതിന്റെ സ്പെല്ലിംഗ് അവസാനം മുതൽ പുറകോട്ട് പറയാൻ സാധിക്കും. അങ്ങനെ ഞാനൊരു ബ്രിട്ടീഷ് വനിതയെ തോൽപ്പിച്ചാണ് ഞാൻ ഗിന്നസ് ബുക്കിൽ 2010 വന്നത്. എത്ര ബുദ്ധിമുട്ടുള്ള വാക്കുകൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാം അല്ലെ? ഒന്ന് ടെസ്റ്റ് ചെയ്യാം. എന്റെ പേര് അത്ര ബുദ്ധിമുട്ടൊന്നുമല്ല, വളരെ ഈസിയാണ്. എന്റെ മുഴുവൻ പേര് ആദിൽ ഇബ്രാഹിം എന്നാണ്. MIHARBELIDA. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞോ? MIHARBELIDA സ്പെല്ലിംഗ് അവസാനം പോലെ പൊറോട്ട പറഞ്ഞത്. എഴുതി കാണിക്കാം ബോർഡ്. ശരിയാണ്. സ്പെല്ലിംഗ് പറയുന്നത് കൂടാതെ എനിക്ക് വാക്കുകൾ പുറകോട്ട് സംസാരിക്കാനും പറ്റും. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഷോനെ കുറിച്ചും അതുപോലെ എന്നെ കുറിച്ചും പറയാം. എന്നെ കുറിച്ചുമുള്ള അഭിപ്രായം ആദ്യം പുറകോട്ട് പറഞ്ഞിട്ട് പിന്നെ ലിത മിഹാർബെ കേരളവ് അയനാക്കുടിയും ഉരോ ഗുണായിക്കൈവ് ലിവഴം അമരോനം അന്നേ ലിലനാജ് എനഗ്നി ഉരോ മാർഗോർ. എനിക്ക് അപ്പോഴേ തോന്നി. നാക്കി പെരതവ മരസവ ഉദയിട്ടിക് എറ്റ്നെ എലിത്തവിജീജ് ഉവറ്റെ അയിലോ മൈഗാഫ് ഗുണ ഉന്നേ നാച്ച് ഉന്നുരുതക്. അത് ഞാൻ എല്ലാ വാക്കുകളും റിവേഴ്സിലാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതാണ് ആദിൽ ഇബ്രാഹിം വളരെ മിടുക്കനായ ഒരു വ്യക്തിയാണ്. മലയാള മനോരമ എന്ന ഈ ചാനലിൽ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ അവസരം കിട്ടിയതിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ് എന്നാണ് പറഞ്ഞത്. പാട്ടും അതുപോലെ ഒരു വരി പാട്ട് ഇങ്ങോട്ട് പാടാണെങ്കിൽ അത് റിവേഴ്സിൽ പാടാൻ സാധിക്കും. ഇങ്ങനെയുള്ള സ്കില്ലുകളാണ് എനിക്കുള്ളത്. മറ്റേ ഇതൊരു വളരെ ശരിയാണ്. അപ്പൊ എന്തായാലും റിവേഴ്സിൽ നമുക്കൊരു പാട്ട് കേൾക്കാം. ഇങ്ങനെ താളം പിടിക്കാൻ പറ്റുന്ന പാട്ടായിരിക്കണം. അത്രയില്ല അല്ലെ? പഴയ മലയാളം പാട്ടുകളാണ് പാടാൻ എളുപ്പം. അപ്പൊ താളം പിടിക്കാമല്ലോ. അല്ലെങ്കിൽ തല ഒത്തിരി വർക്ക് ചെയ്യേണ്ടി വരും, തല ചൂടായി ഇവിടെ പുക വരും. അതുകൊണ്ട് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പാട്ടുകളാണ്. സിമ്പിൾ മതി, വലിയ ഇത് ഞങ്ങൾ കോംപ്ലിക്കേറ്റഡാ. ഞാൻ പാടട്ടെ? ശരി. അഗരുനമനാക്യേലോ യത്നികഴാലയേലോ ഈനുരാ ഏതവേ അനുരാഗാനം പോലെ അഴകിന്റെ അല പോലെ ആരു നീ ദേവതേ. ചേട്ടാ, റിവേഴ്സിലാണെങ്കിലും മര്യാദക്കാണെങ്കിലും അസലായിട്ടാണ് ചേട്ടൻ പാടുന്നത്. ആൻഡ് വാട്ട് എ സോങ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സോങ്. സ്പെല്ലിംഗ് ആണ് എന്റെ പ്രധാനപ്പെട്ട മേഖല. സ്പെല്ലിംഗ് ആണ്. ഇംഗ്ലീഷിലെ ഏത് വിജ്ഞാന മേഖലയിൽ നിന്നുള്ള വാക്കുകൾ എന്നോട് ചോദിക്കാം. നിങ്ങൾ ചോദിക്കുന്ന മിക്കവാറും ഏത് വാക്ക് ചോദിച്ചാലും എന്ത് ഫീൽഡും ചോദിച്ചാലും അതിന്റെ സ്പെല്ലിംഗ് എനിക്കറിയാം. ഹീറോ ഒരു സിംഹത്തിന്റെ മടയിലാണ് തലവെച്ച് കൊടുത്തത്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ക്രിസ്ത്യന്റെ കാര്യത്തിൽ ഞാനൊരു ശിശുവാണ്. ഞാൻ പണ്ടൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ക്രിസ് ചാമ്പ്യനായിരുന്നു. ഞാനൊരു സിവിൽ സർവീസ് ഒക്കെ പ്രിലിമിനറി പാസ്സായിരുന്നു 10-30 കൊല്ലം മുമ്പ്. പക്ഷെ പിന്നീട് അതിൽ ടച്ചൊക്കെ വിട്ടുപോയി. അതുകൊണ്ട് പഴയ പോലെ അറിവൊന്നുമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ വിളിക്കാം, എന്നെ ധൈര്യമായിട്ട് ചോദിക്കാം. എന്തായാലും ഞങ്ങൾക്ക് സന്തോഷം. കാരണം ഇവിടെ മത്സരിക്കാൻ വേണ്ടി വന്നല്ലോ, യു ആർ റെഡി. ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഈ ഒരു അനുഭവം. ഗ്രേറ്റ് സ്പിരിറ്റ്.
അപ്പൊ നമുക്ക് ആരംഭിക്കാം. ബ്രില്യന്റ് ബ്രെയിൻസ് ആൻഡ് ഫ്രഷ് ബ്രെയിൻസ്. സരുൺ, are you ready? ജോബ് ചേട്ടാ, ആദ്യത്തെ ചോദ്യം ചേട്ടനോടാണ്. ഓക്കെ. ഹിയർസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റലിയിലെ ഒരു കാർ അപകടത്തിൽ മരണമടഞ്ഞ മലയാളി വോളിബോൾ താരം. ജിമ്മി ജോർജ്. Is the right answer. സരുണിനോടാണ് അടുത്ത ചോദ്യം. സരുൺ റെഡിയാണോ? യെസ്. ഒരു ഗ്രീക്ക് ദേവന്റെ പേരിൽ പ്രതാപ് ചന്ദ്ര റെഡ്ഡി ആരംഭിച്ച ആശുപത്രി. അപ്പോളോ. Is the right answer. ഇനി അടുത്ത ചോദ്യം ജോബ് ചേട്ടന്റെ അടുത്താണ്. താങ്കൾക്കുള്ള ചോദ്യം. കുഴൽമന്നം രാമകൃഷ്ണൻ 500 മണിക്കൂർ തുടർച്ചയായി വായിച്ച ഉപകരണം. മൃദംഗം. Is the right answer. സരുൺ, വീരുമാണ്ടി, പാണ്ഡ്യൻ എന്നീ സിനിമകളിൽ കാണിക്കുന്ന കായിക വിനോദം. ജല്ലിക്കെട്ട്. ജല്ലിക്കെട്ട്. Is the right answer. ഇനി ജോബ് ചേട്ടാ റെഡി? ഓക്കെ. ദി ബാൻഡിറ്റ് ക്വീൻ എന്ന സിനിമ ഇവരുടെ ജീവിതത്തെ ആസ്പദമാക്കിയായിരുന്നു. പൂലൻ ദേവി. Is the right answer. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. സരുണിനോടാണ് അടുത്ത ചോദ്യം. സരുൺ, are you ready? യെസ്. Okay. ജാപ്പനീസ് ഭാഷയിലെ യാത്രാമൊഴി. സയനോര. Sayonara is the right answer. Nice. ചേട്ടാ റെഡിയാണോ? ഓക്കെ. ഓക്കെ. ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെട്ടിരുന്ന രോഗം. പ്ലേഗ്. Is the right answer. சருண், நீங்க ரொம்ப அண்டர் எஸ்டிமேட் பண்ணிட்டீங்கப்பா. Alright. ഇനി അടുത്ത ചോദ്യം സരുണിനോടാണ്. തുഗ്ലക് എന്ന മാസിക ആരംഭിച്ച പ്രശസ്ത ഹാസ്യ നടൻ. പത്ത് സെക്കൻഡുകൾ ബാക്കി. You have പളനിസ്വാമി. You are the first option. തുഗ്ലക് എന്ന മാസിക ആരംഭിച്ച പ്രശസ്ത ഹാസ്യ നടൻ. ഷോ രാമസ്വാമി. ഒരു കിഡിലൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓർമ്മ വരുന്നു. നെരുപ്പിടാ. Wow, what a game. തരുൺ അഞ്ചാമത്തെ ചാലഞ്ചർ ആണ്. വീഴ്ത്താൻ വേണ്ടി ഓപ്റ്റ് ചെയ്തതാണ്. പക്ഷേ 2 പാസുകളും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന് വീഴ്ത്തി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സോണിലേക്ക് കടക്കാം. ഒരു പാസ് ഓപ്ഷനും കിട്ടും. പക്ഷെ അതിനു മുമ്പ് സിംഹമാണ്. അറിയില്ല എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന്. സരുൺ, what do you feel? സിംഹം തന്നെ. ഒരു അല്ല, ഞാനൊന്നും മാറ്റി പിടിക്കാന്ന് വെച്ചിട്ടല്ല, കണ്ടപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു ആള് ഇത്തിരി. അതുകൊണ്ടാണ് ആദ്യം സെലക്ട് ചെയ്തിരുന്നത്. ഒന്നുമില്ല. പിന്നെ നമുക്കൊരു ഓപ്ഷൻ വേണമല്ലോ, അതുകൊണ്ട് നമ്മളിപ്പോ സെലക്ട് ചെയ്തതാണ്. എനിക്ക് തോന്നിയായിരുന്നു ലേഡി ലക്ക്. ഒരു ലേഡി അവിടെ പാവം എന്നെ സെലക്ട് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പാവം നിൽക്കുന്നുണ്ടായിരുന്നു. അതിന് സെലക്ട് ഒക്കെ ചെയ്ത് അതൊക്കെ ഒന്ന് സേഫ് സോൺ. സാരല്ല, ഇറ്റ്സ് ഓക്കെ. എന്തായാലും ഇനി അടുത്ത ചോദ്യം സരുണിനോട് തന്നെയാണ്. കാരണം പാസ് ചെയ്തു, അദ്ദേഹം ശരിയായ ഉത്തരം നൽകി. അതുകൊണ്ട് വീണ്ടും സരുണിനോട് ഞാൻ ചോദ്യം ചോദിക്കുന്നു. Are you ready, Sarun? Yes. So here we go. ചാൾസ് ഡോട്ട്സൺ ഈ പേരിലാണ് പുസ്തകങ്ങൾ എഴുതിയത്. ലൂയിസ് കരോൾ. Is the right answer. What a brilliant game, guys. You know, എനിക്ക് സത്യം പറഞ്ഞാൽ I'm enjoying it. നിങ്ങൾ എല്ലാവരും ചാലഞ്ചസ് ഇതുവരെ വന്നവരൊക്കെ പുലികളാണ്. നമ്മുടെ ഹീറോവും പുപ്പുലിയാണ്. അതുകൊണ്ട് തന്നെ what a game. എല്ലാവർക്കും വേണ്ടി ഒരു വലിയ കയ്യടി. ഇനി അടുത്ത ചോദ്യം ജോബ് ചേട്ടനോടാണ്. ചേട്ടാ റെഡിയല്ലേ? അതെ. ഓക്കെ. ഇതാ ചോദ്യം. മാർക്ക് ഡേവിഡ് ചാപ്മൻ വധിച്ച പ്രശസ്ത ഗായകൻ. കീപ് ഗെസ്സിംഗ് ചേട്ടാ. ജോൺ ലെനൺ. Is the right answer. Thank you. Wow. Easily ഇതുവരെയുള്ള സ്കൈലൈൻ still standing in one of the best games ever. Thank you. Good going. Sarun, are you ready? Yes. Okay. സരുണിനോടുള്ള അടുത്ത ചോദ്യം ഇതാ. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയായ ആദ്യ മലയാളി വനിത.
ജാനകി രാമചന്ദ്രൻ. ഇറ്റ്സ് ദ റൈറ്റ് ആൻസർ. ജാനകി രാമചന്ദ്രൻ ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം ജോബ് ചേട്ടന്റെ അടുത്താണ്. റെഡി? റെഡി. ഭഗത് സിംഗിനോടൊപ്പം സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിഞ്ഞ വ്യക്തി. കീപ് ഗെസിംഗ് ചേട്ടാ. പാ വെച്ചാണ് ആരംഭിക്കുന്നത്. 10 seconds. യെസ് യെസ്, എന്തെങ്കിലും. This was going really interesting. മതി കുഴപ്പമില്ല. ഇത്രയും മതി. ഇത്രയും പിടിച്ചോ. ഓഡിയൻസ് എന്തിനാന്ന് ചിരിക്കുന്നത്? ഈ ആദില് വാ തുറന്നു എന്ന് ഉള്ളത് ആലോചിച്ചാണ് ഓഡിയൻസ് ചിരിക്കുന്നത്. ഭഗത് സിംഗിനോടൊപ്പം സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിഞ്ഞ വ്യക്തി. സരുണിനെ അറിയോ? മധുകേശ്വർ ദത്ത്. Is the right answer. അത് മതി. ഇത്രയും പറഞ്ഞാ മതി. ഇത് കിടുവാണ്. സരുൺ എന്താ പറയാനുള്ളത്? ഞാൻ തീർന്നു വിചാരിച്ചിരുന്നതാണ്. കാരണം ആ ക്വസ്റ്റിന്റെ സ്റ്റാൻഡേർഡ് മാറി തുടങ്ങിയപ്പോ ആ ഒരു റേഞ്ചും വന്നു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി കയ്യിൽ പോയിന്ന് തോന്നിയതാ. മതി. ഇത്രയും കണ്ടസ്റ്റ് ചെയ്ത് പിടിച്ചു തന്നല്ലോ. പിന്നെ അല്ല, ഇത് ധാരാളമാണ്. കലക്കി ജോബ് ചേട്ടാ. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ സാർ. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. അതാണ്. ഞാനൊരു 40 വർഷത്തെ അനുഭവ സമ്പത്തുള്ള ഒരു മധുര 16-കാരനാണ്. ജോബേട്ടാ, 16-കാരന് 15 വയസ്സുള്ള ഭാര്യയോ കുട്ടികളോ ഭാര്യ അതായിരിക്കും. ഭാര്യ വന്നിട്ടുണ്ടോ? അതുകൊണ്ട് ഹലോ, ചേച്ചിയുടെ പേരെന്താണ്? എന്റെ പേര് നീന എന്നാണ്. നീന എന്നാണ്. അത് തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും അനീൻ. നനീൻ. അനീൻ. എന്താ? അനീൻ. അനീൻ. അപ്പൊ അങ്ങനെയാണോ വിളിക്കാറ്? അല്ല, എങ്ങനെയാണ് വീട്ടിലെങ്ങനെയാണ് കക്ഷി? ഒന്ന് പറയും. വീട്ടിലങ്ങനെയല്ല. ഒന്നും തിരിച്ചും മറിച്ചും പറയില്ലേ? തിരിച്ചും പറിച്ചൊന്നും പറയില്ല. വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയൂ. എന്തായാലും what a pleasure to have you, ജോബ് ചേട്ടാ. താങ്ക് യു. സരുൺ.